നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടി ഗാന്ധിഗ്രാം ഗവൺമെന്റ് ത്വക്ക് രോഗാശുപത്രിയിലെ പുതിയ IP കെട്ടിടം മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. വയോധികരായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടത് മക്കളുടെ ചുമതലയെന്ന് കേരള ഹൈക്കോടതി. ദേശീയപാത പൊങ്ങത്ത് കണ്ടെയ്നർ ലോറിയിലെത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യം റോഡ് വക്കിൽ ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. കൊരട്ടിയിലെ ഗാന്ധിഗ്രാം സർക്കാർ ത്വക്ക് രോഗാശുപത്രിയിൽ 17 കോടി നബാർഡ് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച പുതിയ IP കെട്ടിടത്തിന്റെയും 2.5 കോടി NHM ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച റീജിയണൽ ട്രെയിനിംഗ് സെന്റർ ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. ഗാന്ധിഗ്രാം ഗവൺമെന്റ് ത്വക്ക് രോഗാശുപത്രിയിൽ പുരുഷന്മാർക്കായി 4693 ചതുരശ്ര മീറ്ററിലുള്ള കെട്ടിടത്തിൽ 6 വാർഡുകളിലായി 132 ബെഡുകളും ഓരോ വാർഡ് മുറികളോടും ചേർന്ന് ഓരോ നടുമുറ്റവും കെട്ടിടത്തിന്റെ നടുക്കായി ഒരു അസംബ്ലി പോയിന്റും വൃത്താകൃതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം, കിച്ചൺ, ഡൈനിങ് ഹാൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, റിസപ്ഷൻ കൗണ്ടർ, പ്ലംബിംഗ് സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കുള്ള 1470 ചതുരശ്ര മീറ്റർ കെട്ടിടത്തിൽ 3 വാർഡ് മുറികളിലായി 42 ബെഡുകളും പ്രൊസീജിയർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം, കിച്ചൺ, ഡൈനിങ് ഹാൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ, നടുമുറ്റം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. ദീർഘകാല പരിചരണവും ശുശ്രൂഷയും ആവശ്യമുള്ള രോഗത്തിനുള്ള ചികിത്സ നടത്തുന്ന കേന്ദ്രമായതിനാൽ ആശുപത്രി എന്ന അന്തരീക്ഷത്തിൽ നിന്നും മാറ്റം വരുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ചടങ്ങിൽ MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. PWD കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ടിൽ നിന്നും ലഭ്യമായ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഡയറക്ടർ ബോർഡ് അംഗം ബെന്നി P. തോമസിൽ നിന്നും മന്ത്രി ഏറ്റുവാങ്ങി. ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരെ ചടങ്ങിൽ മെമ്മന്റോ നൽകി ആദരിച്ചു. DMO ഡോക്ടർ TP ശ്രീദേവി, കൊരട്ടി ഗാന്ധിഗ്രാം സർക്കാർ ത്വക്ക് രോഗാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സ്നേഹജ, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരമഠത്തിൽ, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലീല സുബ്രഹ്മണ്യൻ അവരുടെ പരിപാടി, വാർഡ് മെമ്പർ ശ്രീ ജിജോ ജോസ് അവരുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ അജിത് കുമാർ P. എന്നിവരെയും പരിപാടിയിലേക്ക് സനീഷ് കുമാർ ജോസഫ് അവർ ഇന്നിവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വലിയ പാരമ്പര്യമുള്ള രാജാവായി 1985 സാൽവേഷൻ ആർമി നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന പേഷ്യൻസിന് വേണ്ടി ഗവൺമെന്റ് ഏൽപ്പിച്ച സ്ഥാപനം. അപ്പോൾ വലിയ സേവനമാണ് നമ്മുടെ നാടിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാൻ കഴിഞ്ഞ കുറേ കാലമായി
ഇവിടുത്തെ പേഷ്യൻസിന്റെ ജീവിത സാഹചര്യങ്ങൾ വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാലപ്പഴക്കം ചെയ്യുന്ന കെട്ടിടങ്ങൾ പലപ്പോഴും അതിന്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിമിതമായ ജീവിത സാഹചര്യങ്ങളാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന പേഷ്യൻസിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ഗവൺമെന്റിന്റെ വലിയ താല്പര്യമാണ് ഈ മനോഹരമായ കെട്ടിടങ്ങളുടെ യാഥാർത്ഥ്യമാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 2019 ഈ കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ലഭിച്ചത്. പല കാരണങ്ങൾ കൊണ്ടും ഇത് നിർമ്മാണം തുടങ്ങാൻ വൈകിയ സാഹചര്യത്തിലാണ് ചലവയുടെ ജനപ്രതിയായിട്ട് കടന്നു വരാനായിട്ട് അവസരമുണ്ടായത്. പ്രത്യേകിച്ച് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഇവിടുത്തെ പേഷ്യൻസിന്റെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇത് വളരെ ത്വരിതഗതി ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഒരു വലിയ ആഗ്രഹ പൂർത്തീകരണമാണ് ഏറ്റവും ബഹുമാനിയായ മന്ത്രി നമ്മുടെ ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ഘട്ടങ്ങളിലും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കെട്ടിടം വഹിക്കുകയും ഇത് യാഥാർത്ഥ്യമാകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നതിനുള്ള ആരോഗ്യ വകുപ്പിനെ കൂടി സ്മരിക്കുകയാണ്. തീർച്ചയായും ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ പുരുഷന്മാരുടെ വാർഡിന്റെ നിർമ്മാണമാണ് 100% പൂർത്തിയായിട്ടുള്ളത്. അമ്മമാരുടെ വാർഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് ഒരു കുറച്ച് പൈസ കൂടി നമുക്ക് പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുകയാണ്. അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ആ പണത്തിന്റെ കുറവുണ്ട്. അത് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കാനായിട്ട് കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടുത്തെ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് ഇനിയൊരു തിരിച്ചു പോക്കിന് അവർക്ക് സാഹചര്യങ്ങളില്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ സഹോദരങ്ങളാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു, ഇവിടെ ഇവരുടെ കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടായിരുന്നു വർഷങ്ങളായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. വർഷങ്ങളായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൊസൈറ്റി ഡിപ്പാർട്ട്മെന്റ് അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറെ കൂടി ഇവിടുത്തെ അന്തേവാസികൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ജീവിത നിലവാരം ഉയർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ആ കാര്യത്തിൽ സത്യം ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഇന്ന് നടക്കുന്ന 2ാമത്തെ ഉദ്ഘാടനം മധ്യകേരളത്തിലെ ട്രെയിനിങ് സെന്ററാണ് ഇവിടെ ഉദ്ഘാടനം. അതിന്റെ അക്കോമഡേഷൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി ഇവിടെ നിർവഹിക്കാനായിട്ട് പോകുന്നത്. ഒരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. കേരളത്തിലെ 50,000-ഓളം വരുന്ന ആരോഗ്യ പ്രവർത്തകരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മധ്യകേരളത്തിലെ ആരോഗ്യ കേന്ദ്രമായിട്ട് ഈ സ്ഥാപനത്തെ ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കോടികൾ ചെലവഴിച്ചുകൊണ്ടാണ്. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ബഡ്ജറ്റ് അവതരണ വേളയിലും കത്തുകളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ ജനപ്രതിയാകുന്നതിന് മുമ്പാണ് ആ കെട്ടിടം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാളിതുവരെ ആയിട്ടും അതിനു വേണ്ട ജീവനക്കാരെ പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് ആ കെട്ടിടം ഇവിടുത്തെ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ ജീവനക്കാരുടെ അവരുടെ കഴിവുകളെ കൂടുതൽ ഉന്നതമായ തരത്തിലേക്ക് കൊണ്ടുവന്ന ആ കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് നിർവാഹികൾ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ട്.
പഞ്ചായത്ത് ഒരു മാലിന്യം സൂക്ഷിക്കാനുള്ള ഒരു കേന്ദ്രമായി വരെ ഒരു ഘട്ടത്തിൽ അത് ഉപയോഗിക്കേണ്ടി വന്നു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വളരെ പ്രയാസത്തോടുകൂടി ബഹുമാന മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ്. ഇനിയെങ്കിലും ഒരു ശാപമോഷം ആ സ്ഥാപനത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം ഒരു കാര്യം സൂചിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അക്കോമഡേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. വാപ്പോസ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് അതിന്റെ നിർമ്മാണം നടത്തിയത്. ഒരു ഘട്ടത്തിലും അത് അതുമായി ബന്ധപ്പെട്ട ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമായിട്ടുള്ള ഒരു വസ്തുത ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് PWD ആണെങ്കിൽ ജനപ്രതിനിധികൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ഇടപെടാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും ഈ പറയുന്ന അതിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും അത് നിർമ്മാണം നടത്തുകയും അത് പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു തരത്തിലുമുള്ള ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിനോ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഏജൻസി ഇടപെട്ടിട്ടില്ല. അതിന്റെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി രീതിയിലുള്ള ചില സംശയങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് അത് ഇവിടെ നിർമ്മാണ ശ്രദ്ധയെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ചലമ്പ് നിയോജക മണ്ഡലത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനോട് മന്ത്രിയിൽ താല്പര്യപ്പെടുത്തുകൊണ്ട് നമുക്ക് 50 ബെഡുകളുള്ള ആയുഷ് ഹോസ്പിറ്റൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഏറ്റവും നല്ല രീതിയിലാണ് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. അവിടേക്ക് ആവശ്യമുള്ള ജീവനക്കാരെ തരികയാണെങ്കിൽ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ തന്നെ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നന്നായി പൂർത്തീകരിച്ച ഒരു സ്ഥാപനമാണ്. 50 ബെഡുകളോട് കൂടിയ മനോഹരമായിട്ടുള്ള ഒരു ആശുപത്രിയാണ്. അത് തുറന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൂടി പരിഗണിക്കുന്ന വ്യവസ്ഥ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട DM കൂടി ഇരിക്കുന്നുണ്ട്. പലതവണ നമ്മൾ മീറ്റിംഗ് കൂടിയതാണ്. ഇന്നുണ്ടായ സംഭവം DMക്ക് അറിയാം. മലക്കപ്പാറയിൽ ഒരു ആദിവാസി കുട്ടിയെ പിടിപിടിച്ചപ്പോൾ ആ കുട്ടിയെ കൊണ്ടുപോകേണ്ടി വന്ന സാഹചര്യം. ഇന്നലെ രാത്രി അവിടെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആ കുട്ടി കിലോമീറ്ററോളം താണ്ടിയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 1.5 കോടി രൂപ അവിടെ നിരവധി തവണ ഇതിനോട് മീറ്റിംഗ് അടക്കം വിളിച്ച് ആവശ്യപ്പെട്ടതാണ്. അവിടെ കിടത്തി ചികിത്സ ഒരു ആ വളരെ ദൂരമുള്ള 80 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല. പ്രത്യേകിച്ച് അവർ ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയിട്ടാണ്. ആദിവാസികളും തൊഴിലാളികളും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. കിലോമീറ്ററോളം ദൂരം താണ്ടി വേണം അവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് വരാനായിട്ട്. അപ്പോൾ അവിടെ 1.5 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം അവിടെ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർമ്മാണം തുടങ്ങാൻ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 1.5 വർഷമായി ഇതുവരെ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടില്ല. അത് ഇനിയെങ്കിലും അത് അടിയന്തരമായി പൂർത്തീകരിക്കാനായിട്ട് നടപടികൾ സ്വീകരിക്കണം. ചാലക്കുടി ട്രോമ കെയർ അവരുടെ മന്ത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ട്രോമയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ കുറവുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാർ, ഇന്ന് രാവിലെ 9 മണി മുതൽ തൃശ്ശൂർ ജില്ലയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വിവിധ ആശുപത്രികളിൽ നിർവഹിച്ചു. ഇന്ന് തൃശ്ശൂരിലെ അവസാനത്തെ പരിപാടിയായത് രാവിലെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ ശ്രീ പ്രദീപ് MLA മണ്ഡലത്തിൽ 9 മണിക്ക് ആരംഭിച്ച പരിപാടികളാണ്. അവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 16 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീട് നാട്ടിലെത്തി ഇപ്പോൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ മാളയിൽ അവിടെ പരിപാടി ഉണ്ടായിരുന്നു. അതിനുശേഷം കൊരട്ടിയിലേക്ക് വന്നു. തൃശ്ശൂരിൽ പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഡിപ്പാർട്ട്മെന്റ് മീറ്റിംഗ് നടത്തിയിരുന്നു. ചുണ്ടിമാരുടെ എല്ലാവരുടെയും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവലോകനവും, അതായത് ഈ കാലഘട്ടത്തിൽ മാത്രം 450 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അമ്മിക്കുഞ്ഞു ബ്ലോക്ക്, അതോടൊപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, അവിടെ വളരെ വേഗം നിർമ്മാണം 7 നിലകൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡിസംബർ മാസത്തോടുകൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. ഗവൺമെന്റ് വരുന്നതോടെ ഒരു ട്രോമ കെയർ കേസായിട്ട് കിടക്കുകയായിരുന്നു. കേസെല്ലാം അത് ഇടപെടലുമായിട്ട് വക്കീലമാരുമായിട്ട് സംസാരിച്ച് കോടതിയിൽ അതുകൊണ്ട് പരിഹരിച്ചു. ഒന്നാന്തരമായിട്ടൊരു ട്രോമ കെയർ
സാധ്യമാക്കിയിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് കേരളത്തിൽ ആരോഗ്യ രംഗത്ത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ചികിത്സാപരമായിട്ടുള്ള അതുപോലെ അക്കാഡമിക് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം പൊതുജനാരോഗ്യ മേഖലയിൽ ഇപ്പോൾ നമ്മളൊരു വലിയ ഒരു ലക്ഷ്യം രോഗനിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ലെപ്രസി അത് പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് വ്യാപകമായ പരിശോധനകൾ കുഞ്ഞുങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള അശ്വമേധം എന്ന പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. മുതിർന്നവരിൽ വീട് വികാരങ്ങൾ കയറി അതിനുവേണ്ടി പരിശോധന, ക്ഷയരോഗം അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അത് ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾക്ക് നമ്മുടെ പൊതു സമൂഹത്തിൽ ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു സംസ്ഥാനം. ഇപ്പോൾ ചില രോഗങ്ങൾ നമ്മളിവിടെ നിന്ന് അകറ്റിയ രോഗങ്ങൾ, നിർമ്മാർജ്ജനത്തിലെത്തിയ രോഗങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ മലേറിയ. അപ്പോൾ മറ്റ് ഇടങ്ങളിലേക്ക് ഇവിടെ എത്തുന്നവരിൽ മലേറിയ കാണുന്നു. പക്ഷെ ഇൻഡിജിനിയസ് ആയി പ്രാദേശികമായി മലേറിയ ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കും. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ എത്തി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ ഒരു വർഷം കഴിയുമ്പോൾ കൂടുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഏറ്റവും മികച്ച നിലയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ തന്നെ നമ്മുടെ ചാലക്കുടിയിലെ ആശുപത്രി അവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ ട്രോമാ കെയർ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. അസുഖങ്ങളുടെ 4 CO പോസ്റ്റുണ്ട്. മറ്റ് ഫിസിഷ്യൻ NHM വഴി ഡോക്ടേഴ്സിനെ വെച്ചിട്ടുണ്ട്. അവിടെ ആവശ്യമായിട്ടുള്ള നിലയിൽ കാഷ്വാലിറ്റി എന്നുള്ള ഒരു രീതിയിൽ അത് CHSകളിൽ ഒക്കെ നമുക്ക് കാഷ്വാലിറ്റി ചെയ്യാം. പക്ഷെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അത് ട്രയാഡ് സംവിധാനത്തിലൂടെ അത് ട്രോമാ കെയർ തന്നെയാണ് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ളത് ഓരോ കേസ് ബൈ കേസ് എന്ന് പരിശോധിക്കുമ്പോഴും അത് ആ നിലയിൽ അവിടെ പ്രായോഗികമായിട്ട് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അതൊക്കെ പറയുന്നത് ഈ ഗവൺമെന്റ് അവിടെ ട്രൈബൽ മേഖലയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി. അതുപോലെ കേരളത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അട്ടപ്പാടിയിലേക്ക് നമ്മൾ കേട്ടിരുന്നില്ലേ, അവിടെ ആദിവാസി വിഭാഗത്തിൽ ഗോത്രവർഗ വിഭാഗത്തിൽ നമ്മുടെ സഹോദരങ്ങൾ ഒട്ടും കുഞ്ഞുമക്കൾ മരണമടയുന്ന സാഹചര്യം ഇപ്പോൾ എത്രയോ കുറവ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകൾ ഗോത്രവർഗ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ഇടപെടലുകൾ. ഗോത്രവർഗ മേഖലയിൽ അത് ആംബുലൻസ് ആശമാരെ ഓരോ ഇടത്തും ആശമാരെ അതാത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിയോഗിച്ചു. ഭാഷയുടെ വ്യത്യാസമാണ്, കമ്മ്യൂണിക്കേഷൻ പ്രശ്നമുണ്ടാകും. അപ്പൊ അങ്ങനെ അവിടെ നിന്ന് തന്നെ ആശമാരെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ആംബുലൻസ് ആശമാരെ കൂടി കൊണ്ടുവന്ന് നമുക്ക് ട്രൈബൽ മേഖലയിലെ ഗോത്രവർഗ വിഭാഗത്തിലെ നമ്മുടെ സഹോദരങ്ങൾ നവജാത ശിശുമരണത്തെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മാതൃമരണത്തെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. നമ്മൾ എല്ലാവരും ഗോത്രവർഗ മേഖലയിലും നമ്മുടെ സഹോദരങ്ങളിലേക്കും അതുകൊണ്ട് എല്ലാവരും ക്യാൻസർ സ്ക്രീനിങ് നടത്തുകയാണ് രോഗപ്രതിരോധത്തിന് വേണ്ടി. അപ്പൊ അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം, രോഗനിർമ്മാർജ്ജനം, രോഗപ്രതിരോധം അതിനു വേണ്ടിയിട്ടുള്ള വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഉദാഹരണമാണ് ആർദ്ര മിഷനാണ് ആരോഗ്യ മേഖലയിൽ സർക്കാർ നടപ്പിലാക്കുന്ന മിഷൻ. ഈ മിഷന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും കൂടുതൽ തസ്തികകൾ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിച്ചത്. ആയിരക്കണക്കിന് തസ്തികകളാണ് സൃഷ്ടിച്ചത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് വെൽനസ് ക്ലിനിക് ഒരു ദിവസമുണ്ട്, ചൊവ്വാഴ്ച വിമൻ വെൽനസ് ക്ലിനിക്കാണ്. ഡയബറ്റീസ് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്ക് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലുണ്ട്. രക്താതിസമ്മർദ്ദമുള്ള BP ഉള്ളവർക്ക് വേണ്ടി ഒന്നിച്ചു വരുന്ന രോഗനിയന്ത്രണം, അതുപോലെ ഡയറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ അതിന് വേണ്ടിയിട്ടൊക്കെയുള്ള സംവിധാനം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആ നിലയിലാണ് നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ട് പോകുന്നത്. BHSമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരു 5 വർഷത്തിനിടയിൽ കേരളത്തിൽ 6 വർഷത്തിനിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുണ്ടായി. ഹൃദ്രോഗ ചികിത്സ നമ്മൾ വികേന്ദ്രീകരിച്ചു. എന്താണ് ഫലം? കേരളത്തിലെ ഹൃദയാഘാതം മൂലം മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. നമ്മൾ പറയുന്നതല്ല, കാർഡിയോളജിസ്റ്റുകളുടെ ഡേറ്റ 30% മരണനിരക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത്
ഹോസ്പിറ്റലിൽ എത്തിച്ച് സിവിയർ ആയിട്ടുള്ള മാസീവ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. അവരുടെ മരണം 30% 4% വേണ്ടി കുറയ്ക്കാനായിട്ട് കഴിയും. കാരണം ജില്ലാ ആശുപത്രികൾ വികേന്ദ്രീകരിക്കപ്പെട്ടു. ചികിത്സാ സംവിധാനങ്ങൾ പക്ഷാഘാതം വരുന്നവർക്ക് ചികിത്സ വികേന്ദ്രീകരിക്കപ്പെട്ടു. ജില്ലാ ആശുപത്രികളിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് മെഡിക്കൽ കോളേജിലും റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിലും മാത്രമല്ല നമ്മുടെ ആശുപത്രികളിൽ ജില്ലാ ആശുപത്രികളിൽ സാധ്യമാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഒന്നാന്തരമായിട്ടുള്ള ഓങ്കോളജി ബ്ലോക്ക് ഡേ കെയർ കീമോ ആരംഭിച്ചു വരുന്നു. അപ്പോൾ ആ നിലയിൽ സംവിധാനങ്ങൾ ചികിത്സകൾ വികേന്ദ്രീകരിച്ചു. എന്താണ് ഫലം? നമ്മുടെ ഫോണിൽ NSSO സർവേ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് ആണ് NSSOയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 ആ സർവേ പബ്ലിഷ് ആയിട്ടുള്ളത്. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഒരു വ്യക്തി ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് കേരളത്തിലാണ്. അതിന് കാരണം നമ്മൾ വളരെ വലിയ ഡോക്ടറെ കാണും. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. കേസിൽ ഇന്നലെ വാദം പൂർത്തിയാക്കി വിധി പറയുന്നത് ശനിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യവും രാജ്യം വിട്ടു പോകരുത്, പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്ന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പിന്മേലാണ് വെള്ളിയാഴ്ച NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു. അതേസമയം കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് വേണ്ട എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ മറുപടി. വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതെന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അമൃതോദോസ് വാദിച്ചു. ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം നടന്നുവെന്ന് പറയാനാകില്ല. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടാത്തതിനാൽ അവർ ജയിലിൽ തുടരേണ്ട കാര്യമില്ല. കന്യാസ്ത്രീകൾക്ക് ഒരു തരത്തിലുമുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നതും പരിഗണിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കന്യാസ്ത്രീകൾക്കെതിരെ എന്ത് തെളിവാണ് ഉള്ളതെന്ന് കോടതി ചോദിച്ചപ്പോഴാണ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകിയത്. കന്യാസ്ത്രീകൾക്കെതിരെ പരാതി നൽകിയ ബജ്രംഗ് ദൾ പ്രവർത്തകർക്കായി ഹാജരായ അഭിഭാഷകനും ജാമ്യത്തെ എതിർക്കും. മലയാളി കന്യാസ്ത്രീകളായ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ആദിവാസി യുവാവ് സുഖ്മാൻ മാണ്ഡവിയുമാണ് ജാമ്യാപേക്ഷ നൽകിയത്. അറസ്റ്റിലായ അന്നു മുതൽ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ദുർഗ് സെൻട്രൽ ജയിലിലായിരുന്നു. വയോധികരായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടത് മക്കളുടെ ചുമതലയെന്ന് കേരള ഹൈക്കോടതി. 100 വയസ്സുകാരിക്ക് പ്രതിമാസം 2,000 രൂപ ജീവനാംശം നൽകണമെന്ന് ഉത്തരവിട്ടുകൊണ്ടായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. 2022 കുടുംബ കോടതി ഉത്തരവ് ശരിവെച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. 57-കാരനായ മകനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിറക്കിയത്. അമ്മയെ പരിപാലിക്കേണ്ടത് ഓരോ മകന്റെയും കടമയാണ്, അതൊരു ദാനധർമ്മമല്ല എന്ന് വ്യക്തമാക്കിയ കോടതി 2022 കുടുംബ കോടതി ഉത്തരവിനെതിരെ മകൻ സമർപ്പിച്ച ഹർജി തള്ളി. കുടുംബ കോടതിയിൽ മകൻ ഹർജി ഫയൽ ചെയ്യുന്ന സമയത്ത് ഹർജിക്കാരന്റെ അമ്മയ്ക്ക് 92 വയസ്സായിരുന്നു. ഇപ്പോൾ അവർക്ക് 100 വയസ്സായി. മകനിൽ നിന്ന് ജീവനാംശം പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ് അവർ. ഒരു മകൻ 100 വയസ്സുള്ള അമ്മയുമായി വഴക്കിടുന്ന ഈ സമൂഹത്തിൽ അംഗമായി എന്നതുകൊണ്ട് തന്നെ 2,000 രൂപ പ്രതിമാസ ജീവനാംശം നിഷേധിക്കുന്നതിൽ ഞാൻ വളരെയധികം ലജ്ജിക്കുന്നു എന്നും ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. 5,000 രൂപ പ്രതിമാസ ജീവനാംശം ആവശ്യപ്പെട്ടായിരുന്നു മകനെതിരെ അമ്മ കുടുംബ കോടതിയെ സമീപിച്ചത്. എന്നാൽ ജീവനാംശം നൽകാൻ തയ്യാറില്ലെന്നും തന്നോടൊപ്പം താമസിച്ചാൽ അവരെ പരിപാലിക്കാൻ തയ്യാറാണ് എന്നുമായിരുന്നു മകന്റെ വാദം. ഇത് തള്ളിയായിരുന്നു ജീവനാംശം നൽകാൻ കുടുംബ കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഉത്തരവ് പാലിക്കാതിരിക്കുകയും ജീവനാംശം നൽകാതിരുന്നതോടെ മകനെതിരെ റിക്കവറി നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചത്. 1149 ദിവസത്തെ കാലതാമസത്തിന് 2025 2022 ഏപ്രിലാണ് മകൻ കോടതിയെ സമീപിച്ചതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ദേശീയപാത പൊങ്ങത്ത് കണ്ടെയ്നർ ലോറിയിലെത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യം റോഡ് വക്കിൽ ഉപേക്ഷിച്ചു. ഹരിതകർമ്മസേനയിലെ തൊഴിലാളികളായ സാജു ഗോപൻ, രാജേഷ്, ഡ്രൈവർ നിതിൻ എന്നിവർ വാർഡുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് വരുന്നതിനിടെയാണ് ചാക്കുകൾ വാഹനത്തിൽ നിന്നും വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തെ തടഞ്ഞു നിർത്തി തട്ടിയ മാലിന്യം അവരെ കൊണ്ടുതന്നെ വാഹനത്തിൽ കയറ്റിച്ചു. പഞ്ചായത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സെക്രട്ടറി KS ശ്രീലത കൊരട്ടി സ്റ്റേഷനിലും അങ്കമാലി സ്റ്റേഷനിലും വിവരം അറിയിക്കുകയും വാഹനത്തെ അങ്കമാലി പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു. ഹരിതകർമ്മസേനയുടെ വാഹനം പോലീസ് വാഹനം എത്തുന്നതുവരെ ഇവരെ പിന്തുടർന്നിരുന്നു.
പഞ്ചായത്തിലെത്തിച്ച് തത്സമയ പിഴ ഈടാക്കി. തുടർ നടപടികൾ സ്വീകരിച്ചു. वापस ड्राइवर ने बताया, इतना मालूम नहीं कभी कभार आता है इधर फिरना। फिर आपको गाड़ी रुकने के लिए बोला, आप क्यों गाड़ी भगा के लेके गए? मैं आपको वो उधर बोला ना, सामने रुके आपको मैंने वापस डाल दिया ना, मुझे को दिया वापस डाल दिया, लेकिन हम नहीं लेके गए तो आप वो छोड़ के जाता ना। तुमने आके मना आप किया। क्या बोला? इधर है बहुत डाला, इधर ये देखो बहुत डाल के आगे जो पड़ा था उसकी नहीं बोला इधर कितना पड़ा है, मैं ये बोला था। हाँ, कितना पड़ा बोले तो आप लोग से जैसे आपको मैं മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കൂടപ്പുഴ നിത്യസഹായമാത ഇടവക സമൂഹം പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോസ് വേദമറ്റിൽ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. കൈക്കാരന്മാരായ ജോബി ചെതലൻ, ബിജു കരിമാലിക്കൽ, അലക്സ് മുള്ളങ്കര, കേന്ദ്രസമിതി പ്രസിഡന്റ് ലാലിച്ചൻ കാരിക്കൂട്ടത്തിൽ, സെക്രട്ടറി ജോർജിൻ വെണ്ണാട്ടുപറമ്പിൽ, ഡ്രൈസൻ ആലുക്ക എന്നിവർ നേതൃത്വം നൽകി. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കോടശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിച്ചിറയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോഫിൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഭിജിത്ത് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻസൺ നടവരുമൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എംഒ ജോൺസൺ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജാക്സൺ കല്ലേലി എന്നിവർ പ്രസംഗിച്ചു. ഏറ്റവും അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റിച്ചിറയുടെ തെരുവോരത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആ പ്രതിഷേധ പരിപാടി ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 13ാം വാർഡിൽ തന്നെ ആയിരിക്കണം, അതിൻ്റെ ഒരു ഓരത്തായിരിക്കണം എന്ന് കോടശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസിന് നിർബന്ധമുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തിന്റെ മതേതര ഹൃദയത്തിലേക്കേറ്റ മുറിവാണ് തൃശ്ശൂരിൽ നിന്നും സംഘപരിവാറിന്റെ BJPയുടെ നേതൃത്വത്തിൽ ഒരു MP ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ പിതാക്കന്മാരെയും വൈദികരെയും കാണുവാൻ വേണ്ടി കേക്കുമായി കടന്നു ചെന്ന BJPയുടെ ഭാരവാഹികളെ തിരിച്ചറിയാതെ പോയി എന്ന കുറ്റബോധം പേറുന്നവരാണ് ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ എന്നുണ്ടെങ്കിൽ ഈ കോടശ്ശേരിയുടെ മണ്ണിൽ ഈ കഴിഞ്ഞ ക്രിസ്മസിന് പുളിങ്കര പള്ളിയിലേക്ക് മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, മണ്ഡലം സെക്രട്ടറിമാർ, പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിയാരം ബ്ലോക്ക് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, KSUവിൻ്റെ ഭാരവാഹികൾ, എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കോടശ്ശേരിയുടെ ഹൃദയഭാഗത്തുള്ള കുറ്റിച്ചിറയിലെ ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ദൃശ്യ പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അങ്ങേയറ്റം ദുഃഖകരവും അങ്ങേയറ്റം വേദനാജനകവുമായ വാർത്തകളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ പ്ലാനിംഗ്
നമ്മൾ ഈ ഇന്ത്യയിൽ മൊത്തമാകെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. പ്രിയപ്പെട്ട കന്യാസ്ത്രീമാരെ, 2 മലയാളി കന്യാസ്ത്രീമാരെ ഛത്തീസ്ഗഡിലെ BJPയുടെ സർക്കാർ അവിടുത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു. അതിനവർ പറയുന്ന കാരണം മനുഷ്യക്കടത്തും അതുപോലെ മതപരിവർത്തനവും നടത്തിയെന്ന് പറഞ്ഞ കാരണത്താലാണ് അവരെ അവിടെ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ആരാധനാലയങ്ങളിൽ പോകാനായിട്ട് ഈ BJP എന്ന് പറയുന്ന സർക്കാരിൻ്റെ അനുവാദം വാങ്ങേണ്ട ഗതികേടിലേക്ക് നമ്മുടെ ഇന്ത്യ പോയിരിക്കുന്നു. നമ്മളെല്ലാവരും ഓരോ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. ഞാൻ അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, സന്യാസിമാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇടവകയിലുള്ള പള്ളിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ നിസ്കരിക്കുന്ന മുസ്ലിം പള്ളിയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും, നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ച് നമ്മളെ ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു ജനാധിപത്യമാണ്. സംഘപരിവാറിന്റെ ന്യൂനപക്ഷവേട്ട അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് RSP അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അങ്കമാലി പോസ്റ്റ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി ബേബി പാറേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ S. ജലാലുദ്ദീൻ, G. വിജയൻ, CV ജോസ്, അഡ്വക്കേറ്റ് സഞ്ജയ് തമ്പി, ഷിഹാസ് S. ദേവ് എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യം NIAയുടെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയത് കൊണ്ടാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ NIA വകുപ്പ് ചേർക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ അനുവാദം ഉണ്ടായിരിക്കണമെന്നും അതില്ലാതെയാണ് അവരെ അറസ്റ്റ് ചെയ്ത് NIA വകുപ്പുകൾ പ്രകാരം സെഷൻസ് കോടതിക്കോ അല്ലെങ്കിൽ അവിടുത്തെ മജിസ്ട്രേറ്റ് കോടതിക്കോ ജാമ്യം കൊടുക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച സാഹചര്യം മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമെന്ന പേരിൽ അറസ്റ്റ് ചെയ്ത നടപടിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. അങ്കമാലി കിഴക്കേ പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി അങ്കമാലി സെന്റ് ജോസഫ് സ്കൂൾ മൈതാനത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്തു. അതിരൂപതയിലെ വൈദികരും സിസ്റ്റേഴ്സും സംഘടനാ പ്രവർത്തകരും വിശ്വാസികളും പ്രതിഷേധ ജാഥയിൽ പങ്കെടുത്തു. ഫാദർ ലൂക്കോസ് കുന്നത്തൂർ, ഫാദർ പോൾ ചെറുപ്പള്ളി, സിസ്റ്റർ ജെന്നീർ, ഷിജോ മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. പെൻഷൻ കുടിശ്ശിക ഉടനെ അനുവദിക്കണമെന്നും മെഡിസെപ് പദ്ധതി അപാകതകൾ പരിഹരിച്ച് തുടരണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പരിയാരം മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡല പ്രസിഡന്റ് ലോനപ്പൻ വെണ്ണാട്ടുപറമ്പിൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് KG ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി ജെയിംസ് പോൾ പുതിയ അംഗങ്ങളെ ആദരിച്ചു. MT ഡേവിസ്, പോളച്ചൻ മാസ്റ്റർ, ഡോക്ടർ ജോസ് കുര്യൻ, CM വിൽസൺ, ജയ സുരേന്ദ്രൻ, VC ബെന്നി മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുളിങ്കര സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജിജി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിമാരായ ജോഷി കൈതാരത്ത്, ഡേവിസ് തൊമാന, റപ്പായി പാറയ്ക്ക, സെക്രട്ടറി പ്രിൻസൻ ചിറ്റിലപ്പള്ളി, ആൻറ്റു വളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിന് 1 വർഷത്തേക്ക് 54,000 രൂപ അനുവദിക്കുന്ന വിഷൻ പ്ലസ് പദ്ധതിക്ക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജാതി വരുമാന സർട്ടിഫിക്കറ്റുകൾ നിലവിൽ പരിശീലനത്തിന് ചേർന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിന് സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം, +2 മാർക്ക് ലിസ്റ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നിവ സഹിതം ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പട്ടികജാതി വികസന ഓഫീസുകളിലോ
അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 30. ഫോൺ 0487236038 പൂലാനി എടത്രക്കാവിൽ ഔഷധക്കഞ്ഞി വിതരണം ഞായറാഴ്ച നടക്കും. രാവിലെ 8 മണി മുതലാണ് ഔഷധക്കഞ്ഞി വിതരണമെന്ന് സമിതി ഭാരവാഹികൾ അറിയിച്ചു. ആളൂരിൽ ഭാര്യയെ ആക്രമിച്ച കേസിൽ ഭർത്താവ് റിമാൻഡിൽ. ആളൂർ തിരുനെൽവേലിക്കാരൻ വീട്ടിൽ 35 വയസ്സുള്ള തങ്കമുത്തുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ആളൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ KP ജോർജ്, ഗ്രേഡ് ASI GS ബിന്ദു, CPOമാരായ സമീഷ്, അരുൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടി ഗാന്ധിഗ്രാം ഗവൺമെന്റ് ത്വക്ക് രോഗാശുപത്രിയിലെ പുതിയ IP കെട്ടിടം മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചു. മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. വയോധികരായ മാതാപിതാക്കളെ പരിപാലിക്കേണ്ടത് മക്കളുടെ ചുമതലയെന്ന് കേരള ഹൈക്കോടതി. ദേശീയപാത പൊങ്ങത്ത് കണ്ടെയ്നർ ലോറിയിലെത്തിച്ച പ്ലാസ്റ്റിക് മാലിന്യം റോഡ് വക്കിൽ ഉപേക്ഷിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.